ഇന്ന് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്, ഒരു ജെൻഡർ റിവീൽ ഫംഗ്ഷൻ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളെല്ലാവരും ഈ പരിപാടിയുടെ പിന്നിലുള്ള ഓരോ ഓട്ടത്തിലാണ്. നെതർലൻഡ്സിൽ 20th വീക്കിൽ നടക്കുന്ന സ്കാനില് കുട്ടിയുടെ ജെൻഡർ അറിയുന്നത് ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം അത് അറിയണോ സെലിബ്രേറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ പേരൻസിന്റെ ചോയ്സും. നമുക്കിതെല്ലാം ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആവുകൊണ്ട് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഡെക്കറേഷൻ കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റിയും ഇവന്റ് മാനേജ്മെന്റും ഹോസ്റ്റും ഗസ്റ്റും എല്ലാം ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. സൺഡേ ഒരു ഈവനിങ് പ്രോഗ്രാം ആവുകൊണ്ട് നമ്മളൊരു സ്നാക്സ് പാർട്ടി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഡെക്കറേഷനും ഫുഡും എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് റെഡി ആവാം. ഇന്നത്തെ പാർട്ടി തീം വൈറ്റ് ആണ്. ഇനി നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പരിപാടി നടത്തുന്ന പോലെ ഇരിക്കുവോ? നമ്മളിങ്ങനെ നാടും വീടും ഒക്കെ വിട്ടു നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന കുറച്ച് പരിപാടിയല്ലേ ലൈഫിനൊക്കെ ഒരു കളർ ആഡ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടെ കുക്ക് ചെയ്യുക, ഒരുമിച്ച് റെഡി ആവുക, എല്ലാം കൂടെ നല്ലൊരു ഫീലായിരുന്നു. നമ്മുടെ ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ദേ സ്നാക്ക് ടേബിൾ ഇവിടെ റെഡി. ഇനി എല്ലാവരും ഒന്ന് റെഡിയായി എത്തിയാൽ നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിന്റെ മുന്നേയുള്ള ഡിസ്കഷൻസിൽ വിഷ്ണുവിന് എപ്പോഴും ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു, എനിക്കാണെങ്കിൽ ആൺകുട്ടിയും. പക്ഷെ പ്രഗ്നന്റ് ആയതിനു ശേഷം ലൈഫിൽ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് പല കാര്യങ്ങളിലും ഉണ്ടായി. അങ്ങനെ ഒന്നായിരുന്നു നമുക്കൊരു ആൺകുട്ടിയാന്നുള്ളത്. എന്നാലും കണ്ണൊക്കെ കെട്ടിയപ്പോ എനിക്ക് ആകെ മൊത്തം ഒരു കൺഫ്യൂഷനോ ക്യൂരിയോസിറ്റിയോ എന്തൊക്കെയോ ആയിരുന്നു. കണ്ടോ, നമ്മുടെ ഇൻറ്റ്യൂഷൻ തെറ്റിയില്ല. പിന്നെ ബോയ് ഓർ ഗേൾ, ആക്ച്വലി അത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്തായാലും നമ്മുടെ കുട്ടി തന്നെയല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തീരാത്ത വർത്താനം പറഞ്ഞ് ആ പരിപാടി അവിടെ തീർന്നു. ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും ഓർഗനൈസ് ചെയ്യുമ്പോഴൊക്കെ എന്തൊരു എക്സൈറ്റ്മെന്റ് അല്ലേ. പക്ഷെ അത് തീർന്ന വല്ലാത്തൊരു വിഷമാ. ഇനി അടുത്തത് എന്താന്ന് ആലോചിച്ച്